അതോടൊപ്പം ആ ഒരു ഏരിയയുടെ വിശദമായിട്ടുള്ള വീഡിയോ ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സിൻ്റെതല്ലാതെ ഞാൻ വീഡിയോ ക്ലാസ്സിൻ്റെ നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതല്ലാതെയുള്ള സ്പെഷ്യൽ നോട്ട് ഞാനായിട്ട് തരുന്ന സ്പെഷ്യൽ നോട്ട്സ് വേറെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അനുസരിച്ച് കൃത്യമായിട്ട് ഓരോ ദിവസവും തരുന്നത് അതാ ദിവസം പഠിച്ചു തീർക്കുക. ആ ഒരു ചുമതല മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുജേഷ് പുറകാട്. എല്ലാവർക്കും എൻ്റെ ആപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വരാൻ പോകുന്ന LGS വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ള ഈ ഒരു ടൈമിൽ നമ്മൾ എങ്ങനെയൊക്കെ പഠിച്ചാൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതിന് ഓരോ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് എന്താണ് ഓരോ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചു തരാം. ഇതേ സ്റ്റെപ്പ് അനുസരിച്ചുള്ള ഒരു ഗോൾഡ് ബാച്ച് നമ്മൾ ഈ ഒരു 22-ാം തീയതി നമ്മൾ ഫെബ്രുവരി 22-ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ കൂടെ ചേർന്നിട്ട് ഞാൻ തരുന്ന ഓരോ ദിവസവും കാര്യങ്ങൾ തരുന്നതിനനുസരിച്ച് പഠിച്ചു പോകാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഒരു മെൻറ്ററുടെയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരു മെൻറ്റർഷിപ്പിൻ്റെ ആവശ്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ പോകാം. ഇനി അതല്ല, നമ്മൾ ഓരോ ദിവസവും തളികയിലാക്കി നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ എത്തിച്ചു തരും. ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകളും അതിൻ്റെ നോട്ട്സുകളും വേണ്ട നിർദ്ദേശങ്ങളും മോട്ടിവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരും. ആ രീതിയിൽ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് എൻ്റെ കൂടെ ഈ ഒരു ഗോൾഡ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു ലെവൽ പരീക്ഷകളിൽ അടുത്ത കാലത്തായി വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു 17 ഹോട്ട് ടോപ്പിക്സ്, അങ്ങനെയുള്ള ഒരു 17 ഹോട്ട് ടോപ്പിക്സ് നമ്മൾ ആദ്യത്തെ 12 ദിവസം കൊണ്ട് പഠിക്കും. ആദ്യത്തെ 12 ദിവസം, അതിനിടയിൽ റിവിഷൻ ഡേ ഉണ്ടാവും. ഈ ഒരു 12 ദിവസം കൊണ്ട് 17 ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുകയാണ്. ഈ എന്തെന്നറിയാതെ എവിടെ എന്ത് തുടങ്ങണം എന്ന് അറിയാതെ നിൽക്കുന്നവർക്ക് ഈ 17 ടോപ്പിക്കുകൾ അങ്ങ് തീർന്നാൽ തന്നെ എന്താണ്, 10-15 കൂടുതൽ മാർക്ക് അങ്ങ് കയറി വരും. വെറും 2 ആഴ്ച കൊണ്ട് ഒരു 15 മാർക്ക് നേടാവുന്ന പരുവത്തിലേക്ക് തുടക്കക്കാർ പോലും എത്താൻ പറ്റും. ഓക്കെ, അത്യാവശ്യം ലെവലായിട്ടുള്ള ആളുകൾ, ഈ യൂണിവേഴ്സിറ്റി LGS ഒക്കെ കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ടു പോയ ആളുകൾ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ നല്ലൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് സെറ്റായിട്ട് ബാക്കിയുള്ളതിലേക്ക് നമുക്ക് ഡേ 1 മുതലുള്ള സ്റ്റഡി പ്ലാനിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇതാണ്, 17 ഹോട്ട് ടോപ്പിക്സ് നമ്മൾ 12 ദിവസങ്ങളായിട്ട് പഠിക്കും. ഒന്നാമത്തെ ദിവസം നമ്മൾ തുടങ്ങുന്ന ദിവസം നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ദിവസം നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ തരും. അതിനുള്ള പഠിക്കേണ്ട നിർദ്ദേശങ്ങൾ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതോടൊപ്പം ആ ഒരു ഏരിയയുടെ വിശദമായിട്ടുള്ള വീഡിയോ ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സിൻ്റെതല്ലാതെ ഞാൻ വീഡിയോ ക്ലാസ്സിൻ്റെ നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതല്ലാതെയുള്ള സ്പെഷ്യൽ നോട്ട് ഞാനായിട്ട് തരുന്ന സ്പെഷ്യൽ നോട്ട്സ് വേറെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അനുസരിച്ച് കൃത്യമായിട്ട് ഓരോ ദിവസവും തരുന്നത് അതാ ദിവസം പഠിച്ചു തീർക്കുക. ആ ഒരു ചുമതല മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഡേ 1 നമ്മൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭജനമാണ് പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട കേരള ഭൂമിശാസ്ത്രത്തിലെ ഒരു ഹോട്ട് ടോപ്പിക് ആണ്. അത് നമ്മൾ ആദ്യത്തെ ദിവസം കൃത്യമായിട്ട് അതിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. അത് അതേപോലെ പഠിച്ചും കൊടുക്കും. ദെൻ രണ്ടാമത്തെ ഡേ 2-ലും 3-ലും നമ്മൾ മൗലികാവകാശങ്ങളും മൗലിക കടമകളും, നിങ്ങൾക്കറിയാം ഒരു മൊഡ്യൂൾ ഉണ്ട്. അവിടെ എന്താണ്, പൗരന്റെ അവകാശങ്ങളും ചുമതലകളും, പിന്നെ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ, അങ്ങനെ മൊത്തം 5 മാർക്കിൻ്റെ ഒരു മൊഡ്യൂൾ ഉണ്ട്. അവിടെ കൂടുതലും ചോദ്യങ്ങൾ വരിക മൗലികാവകാശങ്ങളും മൗലിക കടമകളെ കുറിച്ചാണ്. അതുകൊണ്ട് ആദ്യം അത് നമ്മളങ്ങ് പഠിച്ചു തീർക്കും. 2 ദിവസം എടുത്ത് വിശദമായിട്ട് പഠിക്കും. കാരണം ഇവിടെ 7-ാം ക്ലാസ്സിൽ, 9-ാം ക്ലാസ്സിൽ, പിന്നെ അതേപോലെ ഹയർ സെക്കൻഡറിയിലൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ആ കാര്യങ്ങളോടൊപ്പം ഈ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ വേണോ ആ ലെവലിൽ കാര്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ ഈ 2 ദിവസം കൊണ്ട് അത് പഠിക്കും. എന്നിട്ട് ഡേ 4 നമ്മൾ വൈറ്റമിൻസ് പഠിക്കും. വിറ്റാമിനുകളും അപര്യാപ്തത രോഗങ്ങളും, രോഗങ്ങൾ മാത്രം പോരാ, അവിടെ വൈറ്റമിൻസിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ മുഴുവൻ നമ്മൾ പഠിക്കും. പിന്നെ ഡേ 5 വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ഹോട്ട് ടോപ്പിക് ആണ്. കേരള നവോത്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുക വൈകുണ്ഠ സ്വാമികളും ചട്ടമ്പി സ്വാമികളാണ് ഈ ഒരു നിലവാരത്തിലുള്ള പരീക്ഷയിൽ. ദെൻ 10th ലെവൽ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു ഒക്കെയാണ് അല്ലേ. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവുക വൈകുണ്ഠ സ്വാമിയും ചട്ടമ്പി സ്വാമികളാണ്. അത് ഡേ 5 നമ്മൾ പഠിച്ചു തീർക്കും. പിന്നെ ഡേ 6 നമ്മൾ കടന്നിട്ട് അവിടെ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ നീതി ആയോഗ്, ഇത് പലരും വിടുന്ന ഏരിയ. കാരണം സാമ്പത്തിക ശാസ്ത്രം LGS ഇല്ല എന്നാണ് പലരും വിചാരിക്കുക. പക്ഷേ അവസാനത്തെ ഒരു മൊഡ്യൂളിൽ സാമ്പത്തിക മേഖല എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാനിംഗ് കമ്മീഷനും അതിൻ്റെ പുതിയ സംവിധാനമായിട്ടുള്ള നീതി ആയോഗവും നമ്മൾ പഠിക്കും. അതേപോലെ സാമ്പത്തിക മേഖലകൾ, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ ഓരോന്നിലും വരുന്നത് ഏതൊക്കെയാണെന്നുള്ള ആ വിഭജനവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാമ്പത്തിക മേഖല എന്നുള്ള ടോപ്പിക്കുകളാണ്. ഇത് നമ്മൾ ഡേ 6 തീർക്കും. പിന്നെ നമുക്ക് ഈ ഇത്രയും ദിവസം പഠിച്ചതിൻ്റെ കാര്യങ്ങൾ പഠിക്കാനുള്ള റിവിഷൻ ഡേ ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഡേ 7 കടക്കും. ഡേ 7 and 8 നമ്മൾ രാജാറാം മോഹൻ റോയ്,
പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ യുദ്ധങ്ങൾ, ഭരണഘടനാ നിർമ്മാണ സമിതി, ഇത്രയും ഹോട്ട് ടോപ്പിക്സ്. ഭരണഘടന അടിസ്ഥാന വിവരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് ഇവിടെയാണ് ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ യുദ്ധങ്ങൾ, പിന്നെ നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട് രാജാറാം മോഹൻ റോയ്, ഇതൊക്കെ ഹോട്ട് ടോപ്പിക്കുകളാണ്. അപ്പം ഡേ 7 and 8 നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. പിന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഡേ 9, 10 നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അതിർത്തികൾ, അതിർത്തി രാജ്യങ്ങൾ, കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ, സങ്കര ഇനം വിളകൾ, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. ഇന്ത്യയുടെ അതിർത്തികളും അതിർത്തി രാജ്യങ്ങളും, കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ, സങ്കരയിനം വിളകൾ, കാർഷിക ഗവേഷണ കേന്ദ്രം. ഇങ്ങനെ 4 ടോപ്പിക്കുകൾ ഈ 2 ദിവസത്തിൽ നമ്മൾ പഠിക്കും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഏറ്റവും ഹോട്ട് ടോപ്പിക്കുകളാണ്. ഇതിങ്ങനെ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, സിസ്റ്റമാറ്റിക് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയി. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യും, മാർക്ക് അങ്ങോട്ട് കയറി വരും. അപ്പോൾ അത് അനുസരിച്ചാണ് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ മുന്നോട്ടേക്ക് പോവുക. പിന്നെ ഡേ 11ഉം ഡേ 12ഉം. ഡേ 11 താപവും ഊഷ്മാവും പഠിക്കും. ഡേ 12 നമ്മൾ നാഡീവ്യവസ്ഥ, തലച്ചോറിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളും നാഡീവ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ അതവിടെ പഠിക്കും. ഇത്രയും ഹോട്ട് ടോപ്പിക്കുകൾ ഡേ 12 കൊണ്ട് 17 ഹോട്ട് ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു തീർക്കും. ഇവിടെ ഒരു 15 മുതൽ 20 മാർക്ക് വരെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഈ 2 ആഴ്ച കൊണ്ട് ഉറപ്പിക്കാൻ പറ്റും. ഡേ 12 ഇത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് റിവിഷൻ ഡേ ഉണ്ടാവും. എന്നിട്ട് ഡേ 1 മുതൽ ഡേ 12 വരെ പഠിച്ചിട്ടുള്ള ഹോട്ട് ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ഉണ്ടാവും. മൊത്തം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഈ ഏരിയകൾ മൊത്തം ബേസ് ചെയ്തിട്ടുള്ള എക്സാം ഉണ്ടാവും. എന്നിട്ടേ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കുകയുള്ളൂ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. നിങ്ങൾക്കറിയാം ഇപ്പോൾ ട്രെൻഡ് മാറിയതിനെ കൊണ്ട് ഈ LGS നിലവാരത്തിൽ നടന്നിട്ടുള്ള കുറച്ച് പരീക്ഷകളുണ്ട്. 2021, 22, 23, 24 യൂണിവേഴ്സിറ്റി LGSഉം. അങ്ങനെ ഇത്രയും പരീക്ഷകളുണ്ട്. ഇത്രയും പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നോക്കും. അതാണ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയരാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ, ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഇത്രയും പഠിച്ച ഹോട്ട് ടോപ്പിക്സ് ഉണ്ടല്ലോ, അവിടെ നല്ല കുറേ ചോദ്യങ്ങൾ കാണാൻ പറ്റും. അതൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങ് കയറി പോവുകയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പറക്കാൻ എളുപ്പമാണ്. നമുക്ക് എപ്പോഴും അങ്ങനെയല്ലേ, ഒരു ആവേശത്തോടെ മുന്നോട്ട് പറക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു പ്ലാനിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഇപ്പം പഠിക്കുകയുള്ളൂ. അല്ലാതെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും പഠിച്ചിട്ട് വെറുതെ നമുക്കിപ്പോൾ നിലവിൽ ആവശ്യമില്ലാത്ത കുറേ പോയിന്റുകൾ ആദ്യം തലയിൽ കയറ്റാൻ നിൽക്കരുത്. ഓക്കെ, അതിൽ സിലബസിൽ ഇല്ലാത്ത, നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്ത ചോദ്യങ്ങളൊക്കെ കടന്നു വരും. അതുകൊണ്ട് നമ്മൾ ഇത്രയും മാത്രമേ ഇപ്പോൾ പഠിക്കുകയുള്ളൂ സ്റ്റെപ്പ് 2. പിന്നെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ബാക്കിയുള്ള സിലബസ് ഏരിയ കംപ്ലീറ്റ് പഠിക്കുക എന്നുള്ളതാണ്. ഹോട്ട് ടോപ്പിക്സ് കുറേ നമ്മൾ പഠിച്ചു. അത് കൂടാതെ നിങ്ങളുടെ സിലബസിൽ എന്തൊക്കെയുണ്ടോ ആ ഏരിയകൾ മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചു തീർക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. നിങ്ങളുടെ സിലബസ് 2024 LGSന് വേണ്ടിയുള്ള സിലബസ്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി LGS പരീക്ഷ കഴിഞ്ഞ സെയിം സിലബസ് തന്നെ. ആ സിലബസിലുള്ള GK ഏരിയകളും മാത്സ് ഏരിയകളും കൃത്യമായിട്ട് ടോപ്പിക്കായിട്ട് നമ്മൾ തീർത്തു പോകും. ഓരോന്നിലും ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അവിടെ പഠിക്കേണ്ട SCERT പഠിക്കും, നോൺ SCERT കാര്യങ്ങൾ, SCERT ഇല്ലാത്ത കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ടാവും, അത് പഠിക്കും. അതേപോലെ മാത്സും ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ 8 16 ടോപ്പിക്കുകളുണ്ട് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി. ഓരോ ടോപ്പിക്കുകളും വിശദമായിട്ട് ദിവസങ്ങൾ എടുത്ത് തന്നെ നമ്മൾ പഠിക്കും. 1-2 ദിവസങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് വിശദമായിട്ട് അതിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നെ പഠിക്കും. പിന്നെ ഇതിൻ്റെ SCERTയുടെ മാത്സിൻ്റെ SCERTയുടെ ലൈവ് ക്ലാസ്സുകളായിട്ട് SCERT മാത്സും നിങ്ങൾക്ക് കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ തരും. ഇത് പഠിച്ച് കഴിഞ്ഞിട്ടാണ് തരും, തുടക്കത്തിലല്ല. ആദ്യം ട്രഡീഷണൽ മെത്തേഡ് പോകണം. കാരണം SCERT മാത്സ് ചില പരീക്ഷകളിൽ മാത്രമാണ് കടന്നു വരിക. അതുകൊണ്ട് അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ്. ആദ്യം നമുക്ക് ഏറ്റവും സാധ്യതയുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ പഠിച്ച് തീർത്ത് മുന്നേറുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിൽ സിലബസ് നമ്മൾ തീർക്കും. ഈ സിലബസ് വെച്ച് നടന്ന പരീക്ഷകൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം 75% SCERT GKയിൽ വരിക. ബാക്കി ഒരു 25% SCERTയിൽ ഇല്ലാത്ത ചോദ്യങ്ങൾ വരിക. പ്രത്യേകിച്ചും കേരള ഭൂമിശാസ്ത്രം. നിങ്ങൾക്കറിയാം കേരള ഭൂമിശാസ്ത്രം 10 മാർക്കിനുണ്ട്. അവിടെ SCERTയിൽ ആകെ 2 കുഞ്ഞു ചാപ്റ്ററുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ചോദിക്കുന്ന ഭൂരിഭാഗം ചോദ്യങ്ങളും SCERTയിൽ ഇല്ലാത്ത ട്രഡീഷണലി പണ്ടേ ചോദിച്ചു വരുന്ന റാങ്ക് ഫയൽ ഫാക്ട്സ് എന്നൊക്കെ നമ്മൾ തിട്ടപ്പെടുത്തുന്ന രീതിയിൽ, കണക്കാക്കുന്ന രീതിയിലുള്ള ഫാക്സുകൾ ഉണ്ടല്ലോ, അത്തരം ഫാക്സുകൾ ഇവിടെ കൂടുതലായിട്ട് കടന്നു വരും. അതൊക്കെ നമ്മൾ സബ്ജക്ട് വൈസ് ക്ലാസ്സുകൾ, ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടാവും. സബ്ജക്ട് എക്സ്പേർട്സിൻ്റെ ക്ലാസ്സുകളിലൂടെ അതൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ പോകും. ആ രീതിയിൽ ഇതാണ് ഇതിൻ്റെ ഒരു GKയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഒരു 3:1 എന്നുള്ള രീതിയിലാണ് SCERTയും നോൺ SCERT നമുക്ക് വേണ്ടത്. അതേ പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുക. ഓരോ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ SCERT ചാപ്റ്ററുകൾ 5 മുതൽ 10 വരെ പഠിക്കാനുണ്ടോ അതൊക്കെ നമ്മൾ പഠിക്കും. ചില ഏരിയകൾ SCERT നമുക്ക് ഹയർ സെക്കൻഡറിന്ന് വേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കും LGSനൊക്കെ ഹയർ സെക്കൻഡറി എന്നൊക്കെ പഠിക്കണോ, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് പഠിക്കേണ്ടത് അവിടെ നിന്ന് പഠിക്കണം. ഏറ്റവും പ്രാധാന്യം 5, 6, 7 ക്ലാസ്സുകളിലെ SCERT ടെക്സ്റ്റ് ബുക്കിനാണ് ഏറ്റവും പ്രാധാന്യം. അത് കഴിഞ്ഞാൽ 8, 9, 10. പിന്നെ ചില ഏരിയകളിലൊക്കെ ചില ചോദ്യങ്ങൾ അപൂർവമായിട്ട് ഹയർ സെക്കൻഡറിയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. അതും നമ്മൾ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ
സെലക്ട് ചെയ്ത് പഠിക്കും. അങ്ങനെ ഈ സിലബസ് ഏരിയ പൂർണ്ണമായിട്ടും തീർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് എന്താണ്? മെഗാ റിവിഷൻ ആണ്. മെഗാ റിവിഷൻ ഈ സമയത്താണ് നമ്മൾ മാതൃകാ പരീക്ഷകൾ ഏറ്റവും കൂടുതലായിട്ട് എഴുതേണ്ടത്. അത്യാവശ്യം ഓൾറെഡി നല്ലൊരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്, ഈ സിലബസ് നിങ്ങൾ മറ്റു പരീക്ഷകൾക്ക് തീർത്തിട്ടുണ്ട്, മറ്റു പരീക്ഷകൾക്ക് വേണ്ടി തീർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ മോഡൽ എക്സാമുകൾ എഴുതാൻ ഒരു തെറ്റുമില്ല. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ തുടക്കത്തിലെ മോഡൽ എക്സാമുകളിലേക്ക് പോകരുത്. മോഡൽ എക്സാമുകൾ നമ്മൾ ഒരു ലെവൽ എത്തി സിലബസ് ഒക്കെ തീർത്തതിന് ശേഷം ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും ഗുണകരമായിട്ട് മാറുക. അതല്ല എങ്കിൽ ചിലപ്പോൾ എന്താണ്, കിട്ടിയ മാർക്ക് കുറവാകുമ്പോൾ നമ്മൾ മടുത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയിട്ട് ചെയ്യാം. പിന്നെ ഒരു ലെവലിൽ എത്തിയാൽ ഒരു പെർസെൻറ്റേജ് ഓഫ് അറിവ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്തു പോകാം, അതിനൊരു തടസ്സമില്ല. ആ രീതിയിലൊക്കെ മോഡൽ എക്സാമൊക്കെ ഇടയിൽ ഉണ്ടാവും. പക്ഷേ ഇതെന്താണ്, ഇത് അവസാന രീതിയിലുള്ള സിലബസ് കൃത്യമായിട്ട് പാലിക്കുന്ന രീതിയിലുള്ള മോഡൽ എക്സാമുകൾ ആ സമയത്ത് ഉണ്ടാവും. അതല്ലാതെ സ്റ്റഡി പ്ലാനിൽ ഓരോ ദിവസവും സിലബസ് ഏരിയകൾ തീർത്തു പോകുമ്പോൾ ഡെയിലി എക്സാമുകൾ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കാൻ തരുന്ന കാര്യമുണ്ടല്ലോ, ആ പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അതാത് കൃത്യമായിട്ടുള്ള എക്സാമുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ എക്സാമുകൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. കാരണം നമ്മൾ വെറുതെ കുന്നുകൂട്ടി ഇങ്ങനെ പഠിച്ചാൽ മാത്രം പോരാ. നമ്മളെല്ലാവരും ആ സിലബസ് ഞാൻ 10 പ്രാവശ്യം പഠിച്ചു തീർത്തു, റിവിഷൻ ഞാൻ ഇത്ര പ്രാവശ്യം പഠിച്ചു തീർത്തു, റിവിഷൻ ഇത്ര പ്രാവശ്യം ഞാൻ ചെയ്തു തീർത്തു, പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുന്നു. സ്ഥിതി പണ്ടത്തെ പോലെ തന്നെ സപ്ലി അല്ലെങ്കിൽ ലിസ്റ്റിന്റെ ബാക്കിൽ എന്താ പറ്റുന്നത്? യെസ്, ഇവിടെ പഠിച്ചാൽ മാത്രം പോരാ, എക്സാമുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മോഡൽ എക്സാമുകൾ മാത്രമല്ല, ഓരോ പഠിക്കുന്ന ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക. ആ ചോദ്യങ്ങൾ അതേപോലെ അറ്റൻഡ് ചെയ്ത് ശീലിച്ചാൽ ആ ചോദ്യം, ആ ടൈപ്പ് ചോദ്യം പരീക്ഷയിൽ കാണുമ്പോൾ നിങ്ങൾ അന്താളിച്ച് പോവില്ല. ഇനി അതല്ല, നിങ്ങൾ എത്ര നന്നായിട്ട് ആ കണ്ടന്റ് ഫാക്ട് നിങ്ങൾ പഠിച്ചതാണെങ്കിലും അവിടെ നിന്നുള്ള ഒരു ചോദ്യം ഉണ്ടാക്കി നിങ്ങൾ ശീലിച്ചില്ല എങ്കിൽ, അവിടെ നിന്നുള്ള ചോദ്യം അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ശീലിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് തെറ്റിപ്പോകും. ഒരു പക്ഷേ തെറ്റിയില്ലെങ്കിലും സമയമെങ്കിലും കൂടുതൽ നഷ്ടമാവും. അപ്പോൾ നമുക്ക് തെറ്റലും പാടില്ല, സമയനഷ്ടവും പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം എക്സാമുകൾ ഓരോ ഏരിയയിലും എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് പോകണം. അത് ഡെയിലി എക്സാമുകൾ ഉണ്ടാവും, പ്രത്യേകിച്ചുള്ള വീക്ക്ലി റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും. പിന്നെ ഓരോ പ്രത്യേക ഏരിയകളിൽ എത്തുമ്പോൾ പ്രധാന എക്സാമുകൾ ഉണ്ടാവും, മോഡൽ എക്സാമുകൾ ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം എക്സാമുകൾ എഴുതിയിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോവുക. പിന്നെ ഈ സ്റ്റെപ്പിൽ നമ്മൾ ബാക്കിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കും. അത് എന്ത് തന്നെയാണ്, ശരിക്കും ഒരു റിവിഷൻ തന്നെയാണ്. കാരണം നിങ്ങളുടെ ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള GK, ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള മാത്സ് വെച്ച് തന്നെയാണ് ഇത്തരം പരീക്ഷകൾ 2017-21 ഏകദേശം നടന്നിട്ടുള്ളത്. സിലബസ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. സിലബസ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പം അല്ല ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ തന്നത്, അതല്ലെങ്കിലും ഏകദേശം ഇവിടെ നിന്നൊക്കെ തന്നെയാണ്, ഏരിയകളിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരിക. പ്രത്യേകിച്ചും 2017-21 പറയുന്നത് SCERTയുടെ ബാഹുല്യം തന്നെയാണ് ചോദ്യ പേപ്പറുകളിൽ. അതുകൊണ്ട് SCERTയുടെ നല്ലൊരു റിവിഷൻ കൂടിയാവും നിങ്ങൾക്കത്. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പണ്ട് വന്നിരിക്കുന്ന 17 മുതൽ 21 വരെ, അതിൻ്റെ പഴയ നമുക്ക് വേണ്ട, ആ ഒരു ലെവലിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടും. അത്തരം മാത്സ് ചോദ്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു പോകും. ആ രീതിയിൽ GKയും മാത്സും നമ്മൾ ഈ റിവിഷൻ ടൈമിൽ, മെഗാ റിവിഷൻ ടൈമിൽ ഇതുകൂടെ നമ്മൾ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റെപ്പ് 4 എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മൾ എന്തായിട്ടുണ്ടാവും, പരീക്ഷ വന്നു കഴിഞ്ഞാൽ ഗംഭീര പെർഫോമൻസ് നടത്തി നല്ല ടോപ്പ് റാങ്ക് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരുവത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. ഇനി അവസാനത്തെ സ്റ്റെപ്പുകളിൽ വരുന്നതാണ് ഒന്ന് ബ്ലൂ പ്രിന്റ് റിവിഷൻ. നിങ്ങൾക്കറിയാം, എല്ലാ പരീക്ഷയുടെയും ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ 2-3 ആഴ്ച ഉണ്ടാകുന്ന സമയത്ത്, ഒരു 3 ആഴ്ചയൊക്കെ ബാക്കിയുള്ള സമയത്ത് ഞാനൊരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാറുണ്ട്. അത് ആ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളിൽ നിന്ന് വ്യക്തമായ കാര്യങ്ങൾ വെച്ചിട്ട് അത്തരം ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്തിട്ട് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഏരിയ എന്നുള്ള കണ്ടെത്തിയിട്ട് നൽകുന്ന സാധനമാണ് ഈ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. ആ ബ്ലൂ പ്രിന്റ് ബേസ് ചെയ്തുള്ള റിവിഷനും നിങ്ങൾക്ക് ഉണ്ടാവും. അതാണ് നമ്മുടെ സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത്. തയ്യാറാക്കിയ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് മെഗാ റിവിഷൻ മൊത്തം റിവിഷൻ ചെയ്തിട്ടുണ്ടാവും സിലബസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയിട്ട് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ എന്നുള്ള രീതിയിൽ അതും റിവിഷൻ ചെയ്യും. ഈ മെഗാ റിവിഷൻ്റെ സമയത്ത് തന്നെ നമ്മൾ സിലബസിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, പല ചോദ്യ പേപ്പറുകളിലും നിങ്ങൾ കേരള ചരിത്രം, ആധുനിക കേരള ചരിത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ട്, തിണസങ്കല്പത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചില പരീക്ഷകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റയർ ഫാക്ട്സ് എന്നുള്ള രീതിയിൽ കുറച്ച് സിലബസ്, ഔട്ട് ഓഫ് സിലബസ് എന്നുള്ള രീതിയിൽ PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ചാപ്റ്ററുകളൊക്കെ ഉണ്ട്. ആ ചാപ്റ്ററുകൾ കൂടെ നമ്മൾ ഈ ഫൈനൽ ടൈമിൽ പഠിക്കാം. അതൊന്നും തുടക്കത്തിൽ പഠിക്കേണ്ട കാര്യമല്ല, കാരണം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ ഏറ്റവും സാധ്യതയുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ചു പോകുക എന്നുള്ളതാണ് എപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതെല്ലാം പഠിച്ചു പോകും, ബ്ലൂ പ്രിന്റ് റിവിഷൻ ചെയ്യും. ദെൻ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവസാന ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ, അതായത് എങ്ങനെയാണ് നമ്മുടെ ടെൻഷൻ ഓവർകം ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവസാന ദിവസങ്ങൾ ചെയ്യേണ്ടത്, ഉറക്കിൻ്റെ കാര്യത്തിലും ഫുഡിൻ്റെ കാര്യത്തിലും അടക്കം ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്, പഠിക്കുന്ന കാര്യത്തിലൊക്കെ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവസാന ടൈമിൽ പൊതുവായി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം പറയും, അവസാന ടൈമിൽ മാറ്റം വരുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പാലിച്ചു പോകും. ഇനി അവസാനത്തെ ദിവസം, പരീക്ഷയുടെ ദിവസം, നിങ്ങൾ പരീക്ഷയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള തലേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് എന്തുണ്ടാവും, പരീക്ഷാ ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അന്ന് രാവിലെ ഉണർന്നത് മുതൽ അങ്ങോട്ടേക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, പരീക്ഷ ഹാളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൽ മൈക്രോ ലെവലിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ എക്സാമിന് വിടുക. ഈ രീതിയിലാണ് നമ്മുടെ ഏത് ഗോൾഡ് ബാച്ച് ആയാലും മുന്നോട്ട് പോകുന്നത്.
അവിടെ LGSന്റെ ഫസ്റ്റ് ഗോൾഡ് ബാച്ച് തുടങ്ങിയത് മുതൽ ഇങ്ങോട്ടേക്കുള്ള പല ഗോൾഡ് ബാച്ചിലെയും പല വിജയികളുടെയും കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ കഴിഞ്ഞ ദിവസവും ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ LGSന്റെ വെറും 40 ദിവസം കൊണ്ട്, പരീക്ഷയുടെ മുന്നേയുള്ള വെറും 40 ദിവസത്തെ ഒരു ബാച്ചായിരുന്നു. ആ 40 ദിവസം കൊണ്ട് നമ്മൾ LGS നേടിക്കൊടുത്ത ചരിത്രം നമ്മുടെ ഗോൾഡ് ബാച്ചിനുണ്ട്. അപ്പോൾ ആ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ തരും. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ 100 പേര് വരുന്നു, 100 പേരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന, അല്ലെങ്കിൽ 500 പേരായാലും എത്ര ആളുകളായാലും, ആയിരക്കണക്കിന് ആളുകളായാലും എല്ലാം ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന ആളുകളെയാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ ഇവിടെ വന്നതുകൊണ്ട് മാത്രം ഞാനങ്ങ് ജയിക്കുമെന്ന് വിചാരിക്കുന്ന മണ്ടന്മാരെയോ മണ്ടിമാരെയോ അല്ല നമുക്ക് വേണ്ടത്. പഠിക്കാൻ തയ്യാറായിട്ടുള്ള, അതിനുവേണ്ടി സമയം നീക്കി വെക്കാൻ തയ്യാറായിട്ടുള്ള, ആത്മാർത്ഥമായിട്ട് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ വരണം എന്നാണ് എന്നും എൻ്റെ ആഗ്രഹം. കാരണം നമുക്കും ഇവിടെ എന്ത് വേണം? റിസൾട്ട് വേണം. നമുക്കും റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ് സംതൃപ്തി കിട്ടുള്ളൂ. കൂടുതൽ ആളുകൾ വന്നതുകൊണ്ട് മാത്രം കിട്ടുന്ന സംതൃപ്തി താൽക്കാലിക സംതൃപ്തിയാണ്. ആ സംതൃപ്തി അല്ലാതെ വേറൊരു സംതൃപ്തി കിട്ടാനുണ്ട്. അതെപ്പോഴാണ്? നിങ്ങൾ ഇതിൽ നിന്ന് കൂടുതൽ ആളുകൾ നേടി പോകുമ്പോൾ, നിങ്ങൾക്ക് ഈ അഡ്വൈസ് മെമ്മോ കിട്ടുമ്പോൾ, അത് നമ്മളെ അറിയിക്കുമ്പോൾ, അല്ലെ, നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടുമ്പോൾ അത് നമ്മളെ അറിയിക്കുമ്പോൾ, നിങ്ങൾ ജോലിയിലേക്ക് കയറി, സാർ കയറി, എൻ്റെ ആഗ്രഹം സഫലമായി എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകൾ എവിടെയൊക്കെ തെളിയുമ്പോൾ, അല്ലേ, അതൊക്കെ നമുക്ക് ആനന്ദകരമായിട്ടുള്ള മറ്റു കാര്യങ്ങളാണ്. ഈ സംതൃപ്തി കൂടി ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാനും എൻ്റെ സഹാധ്യാപകരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വിജയം നേടിത്തരാനും നേടിയെടുക്കാനും പ്രാപ്തരായിട്ടുള്ള, അതിന് മനസ്സുള്ള, കഠിനാധ്വാനം ചെയ്യാൻ കഴിവുള്ള, അതിന് തയ്യാറായിട്ടുള്ള ആളുകളെയാണ് എനിക്ക് ആവശ്യം. അങ്ങനെയുള്ള ആളുകൾ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കാം. ഇനി അതല്ല എങ്കിൽ നമ്മളെ കൂടെ കൂടിയിട്ട് മുൻഗാമികളെ പോലെ വിജയം കൊയ്തെടുക്കാൻ നമ്മുടെ കൂടെ കൂട്ടുകൂടാം. അപ്പോൾ നമുക്ക് എൻട്രി ഗോൾഡിൽ കാണാം. ഈ 22-ന് ആരംഭിക്കുന്ന ഗോൾഡ് ബാച്ചിൽ ഇപ്പം തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക. അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിക്കും. അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.